പോക്സോ കേസിൽ അറസ്റ്റിലായ കോതമംഗലത്തെ മുൻ കൗൺസിലർക്കെതിരെ വീണ്ടും കേസ്. CPIM കൗൺസിലർ ആയിരുന്ന KV തോമസിനെതിരെയാണ് വീണ്ടും പോക്സോ കേസ് എടുത്തത്. ലാൽ കൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 12-ാം തീയതിയാണ് KV തോമസിനെതിരെ ആദ്യത്തെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. 15 വയസ്സുകാരിയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന പരാതി നൽകിയത്. ഈ സംഭവത്തിനെതിരെ വലിയ പ്രതിഷേധം അലയടിക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ പോക്സോ കേസ് കൂടി KV തോമസിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവം ഇടുക്കി ജില്ലയിൽ വെച്ച് നടന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. കാറിൽ വെച്ച് ലൈംഗികമായി അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതും വിദ്യാർത്ഥിനി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ പരാതി നൽകിയ വിദ്യാർത്ഥിനിയുടെ ബന്ധുവാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന പെൺകുട്ടി എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന യാത്രയിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവാദങ്ങൾ പ്രദേശത്ത് കനക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ മുതൽ തന്നെ KV തോമസിനെതിരെ ലൈംഗിക ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതിനെയെല്ലാം രാഷ്ട്രീയമായിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത് എങ്കിൽ പരാതിയുടെ സ്വഭാവം മാറുകയായിരുന്നു. കുട്ടികളടക്കമുള്ള ആളുകൾ ഇത്തരം പരാതിയുമായി വരികയായിരുന്നു. ഈ ആദ്യത്തെ പോക്സോ കേസ് തന്നെ FIR രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറിന് ശേഷമാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങിയത് എന്നുള്ളത് തന്നെ വലിയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചിരുന്നു. പ്രത്യേകിച്ച് CPIMൻ്റെ പ്രധാനപ്പെട്ട കോതമംഗലത്തെ നേതാവാണ് KV തോമസ്. ഇതുകൂടാതെ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. ഇതിന് പിന്നാലെ CPIMുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ ഒരു സാന്നിധ്യം ഒരാൾ, അതായത് കോതമംഗലം MLA അടക്കമുള്ള ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന അത്രത്തോളം ശക്തനായിട്ടൊരു നേതാവായതുകൊണ്ടാണ് കേസ് എടുക്കാതിരുന്നതെന്ന് രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും രണ്ടാമത്തെ കേസിനും FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തുടർ നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്.